my channel. Back to my channel. Hello everyone. Welcome back to our channel. Back to my channel. Back to my channel. അപ്പം നമ്മളിതാ അപ്പൊ കാണിക്കല്ലേ. അപ്പൊ ഇന്ന് ഈവനിങ് ആയി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അതിന് നമ്മൾ ഇറങ്ങിയതാണ്. സുഹി, അപ്പൊ നമ്മൾ എന്തുണ്ടാക്കും? വീട്ടിലാകെയുള്ള സാധനം പഴമാണ്. പഴം അത് വെച്ചിട്ട് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ എഴുതി. സുഹി ഇങ്ങനെ പറയുന്നത് ഭയങ്കര മടിയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഉണ്ടാക്കല്ലേ? അപ്പം വീഡിയോക്ക് പോണ മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം അല്ലേ? വേണം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്ത് നമ്മളെ അക്കൗണ്ട് ഒന്ന് റീച്ച് ആക്കി തരാം. സുഹി, അപ്പൊ നമുക്ക് ഇതുണ്ടാക്കാം. ഓക്കെ, അതിനിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 പഴമാണ് കേട്ടോ. ഈ 3 പഴം കൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണം. ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങ ആണ് കേട്ടോ. നമ്മള് തേങ്ങയാണ് നമ്മള് എടുക്കണ ഇൻഗ്രീഡിയന്റ്. ഓക്കെ, അത് ചിരകി എടുക്കാം. തേങ്ങ ചേർക്കാൻ ഞാൻ പണ്ട് നല്ല എക്സ്പേർട്ട് ആട്ടോ. അപ്പം തേങ്ങ ചുരണ്ടിട്ട് ഇങ്ങനെ നമ്മൾ എന്താ ഇടാൻ പോയാണ്? പഴം, പിന്നെ കൊറേ എന്തൊക്കെ ആക്കാൻ പോവാണ്. എന്താ ആക്കാൻ പോണേ മമ്മ? ജൂഹിക്ക് അമ്മ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി തരല്ലേ? അത്ത നമ്മൾ എന്താ ചെയ്യാൻ പോണേ? അത്ത ജൂഹി ഇങ്ങനെ എടുത്തിട്ട് തേങ്ങ തിന്നു. കാർക്കുന്തലാണിത്. ഭയങ്കര ആ ഒരു മുടി കൊണ്ട് പോലെ ഭയങ്കര സ്റ്റൈലൊക്കെ. അപ്പൊ തേങ്ങ ചിരണ്ടിട്ടോ. തേങ്ങ ചിരയിലൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 3 പഴത്തിന് ഇത്ര തേങ്ങ മതി. ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും കൂടുതൽ സൗണ്ട് ഉണ്ടാവില്ല കോഴികളുടെ. അധികം എൻ്റെ വീഡിയോസിൽ കോഴികൾ വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ ചെയ്യാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക പൊടിച്ച് പോയി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് കുറച്ച് മൈദ എടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഈ ഒരു പഴം നമുക്ക് ഇതുപോലെ ഉരിച്ച് ഇതിൻ്റെ നടു സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അടക്ക് സെൻറ്റർ ഒന്ന് ഇങ്ങനെ ഇവിടെ ജസ്റ്റ് വരഞ്ഞു കൊടുക്കട്ടോ. ഇതിലേക്ക് നേരത്തെ തേങ്ങ ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാണ്. എന്നാലും ദൂഹിത് തിന്നണട്ടോ. ദൂഹിത് തിന്നണട്ടോ. എന്തായാലും ഇത് ഇഷ്ടാവും. ദൂഹിക്ക് തേങ്ങ ഇഷ്ടല്ലേ? ദൂഹി എന്തായാലും തിന്നണട്ടോ. പിന്നെ മമ്മ ഉണ്ടാക്കണൊക്കെ ടേസ്റ്റ് ഉള്ളല്ലേ? ദൂഹി തിന്നണട്ടോ. നെക്സ്റ്റ് ഈ ഒരു മാവുണ്ടല്ലോ നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ. ഇത് ഒരുവിധം എല്ലാവർക്കും അറിഞ്ഞാണ്. ഞാൻ ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നമ്മൾ പെട്ടെന്ന് പരിപാടി കഴിയും. ബാക്കിയുള്ളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ. ഞാൻ ഫില്ല് വെക്കും. ഞാൻ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ചട്ടി വെച്ചിട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓരോന്നോരോന്ന് നമുക്ക് പൊരിച്ചു കൊടുക്കാം. ഒന്നായിട്ടുണ്ട്. ബാക്കിയുള്ള പൊരിക്കട്ടോ. ഇതിൽ എൻ്റെ അമ്മക്ക് ചെയ്യല് കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ
കൊടുക്കല കേട്ടോ. അങ്ങനെയും ചെയ്യാം. പഴം കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് കത്തി ഇവിടെ എന്താ സൂഹി ടേസ്റ്റ് ഒക്കെ പോലെ ടേസ്റ്റ് ഒക്കെ നോക്കിയേ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മ കൂടി കഷ്ടമൊക്കെ മസ്റ്റ് ഡ്രൈ ആട്ടോ. നമ്മൾ ചായ ഒക്കെ ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ കുടിക്കില്ലേ. ഓക്കെ ഓക്കെ നമുക്ക് ഊതാം. പുറത്തുനിന്ന് ഊതാം. തിന്ന് ആ വലിയ ആട്ട കൊറേ നേരം ഇരിക്കാൻ പാടില്ല. കുറച്ചേരം വലിയ ആട്ട് ചെറിയ പീസാട്ട് വലിയ ആട്ട്. അപ്പൊ സൂയിക്ക് ഇന്നത്തെ പഴം കൊണ്ടുള്ള റെസിപ്പി ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി എന്നത് നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഒന്ന് സൂഹി എന്താ ഒരു കുയിന്തിലാണ്. ഞാൻ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയുള്ള കുയിന്തിലാണ് പുളി നിൽക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ട് എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.